മനുഷ്യ മനസ്സുകളെ എക്കാലത്തും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഒരു വ്യക്തി രോഗിയായി തീരുക എന്നുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് മനുഷ്യ ജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന രോഗങ്ങളും രോഗാത്മാവും രോഗശക്തിയും. ഒരു രോഗം മനുഷ്യനെ കയറി പിടിച്ചാൽ അവൻ്റെ ആരോഗ്യം, അവൻ്റെ ഭാവി, ആ രോഗം അവനെ തകർക്കുവാൻ തുടങ്ങും. എന്നാൽ രോഗശയ്യയിൽ സഹായിക്കാൻ ആരുമില്ലാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഞാൻ ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്, അവർക്കും മക്കളുണ്ട്. പക്ഷേ അവരെ സഹായിക്കാനോ താങ്ങാനോ ആരുമില്ല. എന്നാൽ നിന്നെ താങ്ങാൻ ഒരു ദൈവം ഉണ്ടെന്നാണ് ഇന്നത്തെ ആത്മീക സന്ദേശം. 41-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കും. നിങ്ങൾ രോഗിയാണെങ്കിൽ ഏതു മരുന്ന് കഴിച്ചാലും സൗഖ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. കർത്താവേ, രോഗശയ്യയിൽ എന്നെ ഒന്ന് താങ്ങണേ, എന്റെ കിടക്കയൊന്ന് മാറ്റി വിരിക്കണേ. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. രോഗശയ്യയിൽ നിന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായൊരു സന്ദേശമാണ്, ഞാൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും ഞാൻ സൗഖ്യമാക്കും. രോഗികളെല്ലാം പ്രാർത്ഥിക്കണം, യേശുവേ അങ്ങ് എന്നെ സൗഖ്യമാക്കണേ. യാക്കോബിന്റെ ലേഖനത്തിൽ വാക്യമുണ്ട്, നിങ്ങൾ ഒരാൾ രോഗിയായാൽ സഭയിലെ മൂപ്പനെ വരുത്തണം, അവർ എണ്ണ പൂശി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം, എന്നാൽ രോഗശാന്തി ഉണ്ടാകും. യിരെമ്യാ പ്രവാചകൻ ചോദിക്കുന്നു, എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശാന്തി വരേണ്ടതിന് ഗിലെയാദിൽ തൈലമില്ലയോ? ഇവിടെയെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്തോത്രം, നീ രോഗിയാകുമ്പോൾ നിന്നെ താങ്ങാൻ ആരുമില്ല, പക്ഷേ ദൈവം നിന്നെ താങ്ങും. അവൻ നിന്റെ കിടക്ക മാറ്റിവിരിക്കും. ഹല്ലേലൂയ. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളൊരു രോഗിയാണോ? നിങ്ങളെ താങ്ങാൻ ഒരു മനുഷ്യരുമില്ല, പക്ഷെ ദൈവം നിങ്ങളെ താങ്ങും. നിങ്ങളുടെ കിടക്ക ദൈവം മാറ്റിവിരിക്കും. നിങ്ങളുടെ അവസ്ഥകൾ ഉടനെ മാറും. ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒന്നിച്ചു ചേർന്ന്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ശരീരത്തിൽ വന്നുകൂടിയ രോഗവും രോഗാത്മാവും രോഗശക്തിയും രോഗത്തിന്റെ വ്യാപാരങ്ങളും മനുഷ്യ മനസ്സുകളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ശരീരത്തിൽ ഇപ്പോൾ രോഗസൗഖ്യം ഉണ്ടാകട്ടെ. രോഗത്തിന്റെ കിടക്ക ദൈവം മാറ്റിവിരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഇതാ ഞാൻ രോഗശാന്തി ആരോഗ്യം വരുത്തി സൗഖ്യമാകുമെന്ന് യിരെമ്യാവ് പ്രവചിച്ച പോലെ ഇവരുടെ മേൽ സംഭവിക്കട്ടെ കർത്താവേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നീ സൗഖ്യമാകും. ഗോഡ് ബ്ലെസ് യു.